അങ്ങനെ പുരയിന്ന് പുറത്തിറങ്ങിയതാ പറ്റി റൊണാൾഡോൻ്റെ ഫ്ലെക്സ്, അർജൻറ്റീന എല്ലാം ഉണ്ട് നാട്ടിൽ. ഫാൻസുകളെ പോരുവാണ്. CR7ൻ്റെയും മെസ്സിൻ്റെയും ബ്രസീലിൻ്റെയും എല്ലാം ആയി ഫ്ലെക്സ് ഇങ്ങനെ നിരന്നിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിട്ട് നേരെ അൺകൂറിലേക്ക്. അൺകൂറെന്ന് വെച്ചാൽ കയ്യിൽ കുറച്ച് ഷർട്ട് ഉണ്ടാവും. കുറേ ദിവസമായി പുരയിലും അത് കൊടുത്തിട്ട് എന്തെങ്കിലും ചില്ലറ പൈസ കിസയിൽ ഇടാലിട്ട്. പിന്നെ കറിക്ക് എന്തെങ്കിലും വേണം, സാമ്പാർ അല്ലെങ്കിൽ മീൻ. ആര് മേങ്ങുന്ന മീനിനെല്ലാം ഭയങ്കര വിലയല്ലേ. മത്തിയെല്ലാം മേങ്ങണമെങ്കിൽ മത്തിക്ക് തന്നെ 300-350 എല്ലാം ഉണ്ട്. ആര് മേങ്ങുന്ന അല്ല അങ്ങനെ ഇവിടെ ജീവിക്കുന്നത് കഷ്ടപ്പെട്ടിട്ട്. ഓരോ സാധനത്തിൻ്റെ വിലയും കൂടിയിട്ട് മനുഷ്യന്മാർ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ അങ്ങനെ മീൻ മേങ്ങുന്ന കോഴിക്കും മീൻ മേങ്ങുന്ന പൈസ കോഴി മേങ്ങാൻ തോന്നുന്നു. അങ്ങനെ നേരെ ചെട്ടുംകൊയ്ക്ക് വിദ്യാനഗർ സ്കൗട്ട് ഭവൻ്റെ അടുത്ത് ഉണ്ടാകുന്ന നോക്കുമ്പോൾ ആടെ കൊടുത്തില്ല. ഞാൻ നേരെ ചെട്ടുംകൊയിൽ പോയിട്ട് മറ്റേ ചെമ്മനാട്ടിലൊരു വീടുണ്ട് ചെട്ടുംകൊയിൽ ചർച്ച കൊടുക്കുക. അങ്ങനെ ചർച്ച ആടെ തൂക്കിയിട്ടാകുമ്പോഴേക്ക് 10 ചില്ലറ ഉണ്ടായിരുന്നു. ഷർട്ടിക്ക് എല്ലാം വില ഉണ്ടാവും. അവർ കളഞ്ഞിട്ടുണ്ടാവുക. ഷർട്ടിക്ക് ഇന്നത്തെ വില എന്ന് വെച്ചാൽ 30 ഉറുപ്പ്യ. നല്ല വിലയാണ്. തേങ്ങാൻ്റെ അതേ അടുത്തേക്ക് എത്തി വില ഷർട്ടിക്ക്. അവിടെ 30 ഉറുപ്പ്യ 10 കിലോ ഉണ്ടായിരുന്നു. 10 കിലോ കൊടുത്ത് 300 ചില്ലറ മേങ്ങിയിട്ട് നേരെ റിട്ടേൺ വിദ്യാനഗറിലേക്ക്. വിദ്യാനഗറിൽ ഇത് കുറച്ച് സാമ്പാറിനുള്ള സാധനം കറക്കി. അപ്പോൾ സാമ്പാറിന് നമ്മളേക്ക് പൈസ കുറവല്ലോ. അതില്ല 1 കിലോന് 60 ഉറുപ്പ്യ 70 ഉറുപ്പ്യൻ്റെ അടുത്തുണ്ട്. അത് മേങ്ങി നല്ല 2 ദിവസത്തേക്ക് കറിയായി. സാമ്പാറും കൂട്ടാൻ നല്ല പ്രോട്ടീനുള്ള ഇതുമായല്ലോ. എല്ലാം മിക്സ് ആകുമ്പോഴേക്ക് നമ്മൾ തടിക്കുന്നതായി. അങ്ങനെ നേരെ അതെല്ലാം ആ സാമ്പാറിന് അൺകൂറിലേക്ക് എത്തി. അൺകൂറിൽ ഇങ്ങനെ നോക്കിയത് കായ് ഇങ്ങനത്തെ നമ്മളെ ഉബീൻ്റെ ഉറവിടയിൽ ഇതെല്ലാം മേങ്ങനെ കായ്. ഇത് ആപ്പിളിനെല്ലാം വില വെച്ചാൽ ആപ്പിളിനെല്ലാം 220-240 എല്ലാം ഉണ്ട്. എല്ലാം ഓരോന്ന് മാങ്ങാക്ക് 100-120 ഇങ്ങനെ. പിന്നെ പേരക്കാക്കൊക്കെ 120. ആൾക്ക് വേണ്ടാത്ത പേരക്കാക്കെല്ലാം വില കൂടിയിട്ട്. അങ്ങനെ 1 കിലോ പേരക്കാവും മേങ്ങി 1 കിലോ ഇതും മേങ്ങി അങ്ങനെ മൈസൂറങ്കായും ഇന്ന് നോമ്പല്ല മുഹറം 10. അങ്ങനെ ജ്യൂസാക്കാൻ വേണ്ടിയിട്ട് അതും മേങ്ങിയിട്ട് പാലും പിന്നെ ചായക്കെല്ലാം വെള്ളമാർക്ക് ബത്തസിലാകുമ്പോൾ വെറും ചായ കുടിച്ചിട്ട് പോകുന്ന അങ്ങനെ അതിന് കൂട്ടാനെല്ലാം വേണം. അതും മേങ്ങി നേരെ നാട്ടിലേക്ക്. അങ്ങനെ നാട്ടിലേക്ക് പോയിട്ട് മൂത്താൻ്റെ അവിടെ വണ്ടി വെച്ചിട്ടില്ലേ